നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വോട്ടും ചോദിച്ചു ചെന്ന മുകേഷിനെ കുടഞ്ഞ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ ഭാര്യ ഗീത. സിനിമാ സ്റ്റൈലിൽ പഞ്ച് ഡയലോഗുമായിരുന്നു മുകേഷിന്റെ വോട്ട് അഭ്യർത്ഥന. വികസനത്തിന് ഒരു വോട്ട് എന്നായിരുന്നു മുകേഷിന്റെ ആവശ്യം. അതിന് കിടിലൻ മറുപടി കൊടുത്തു ഗീത. പ്രേമചന്ദ്രന്റെ അല്ലേ ഭാര്യ, മുകേഷെ ഇവിടെ വിളവിറക്കല്ലേ എന്നാണ് UDF സ്ഥാനാർത്ഥിയുടെ അണികൾ പറയുന്നത്. കൊല്ലംകാരുടെ പ്രേമലുവാണ് പ്രേമചന്ദ്രൻ. അവരിൽ ഒരാളാണ് അദ്ദേഹം. അതിനിടയിൽ കയറിയാണ് മുകേഷ് സിനിമാ സ്റ്റൈൽ കാണിക്കുന്നത്. അപ്രതീക്ഷിതമായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ ഭാര്യ ഗീതയെ കണ്ടപ്പോൾ സിനിമാ സ്റ്റൈലിൽ പഞ്ച് ഡയലോഗുമായി LDF നല്ല വികസനമൊക്കെ ചെയ്ത ആളാണ്, വികസനത്തിനൊരു വോട്ട് വിജയിപ്പിക്കണം എന്ന മുകേഷിന്റെ ഡയലോഗിന് ഇത് തന്നെയാണ് തിരിച്ചും പറയാനുള്ളതെന്നായിരുന്നു ഗീതയുടെ ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടി. കഴിഞ്ഞ ദിവസം കൊല്ലം ബീച്ച് റോഡിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന ഇഫ്താർ വിരുന്നിനിടെയാണ് രസകരമായി ഈ സംഭവം നടന്നത്. NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക്കിനോടും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണയോടും വോട്ട് തേടാൻ മുകേഷ് മറന്നില്ല. മുകേഷിന്റെ വോട്ട് തേടലും ഗീതയുടെ മറുപടിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തിയിരിക്കുകയാണ്. NK പ്രേമചന്ദ്രന്റെ ഫാൻസ് ഗ്രൂപ്പ് ഇതെടുത്തിട്ട് അലക്കുന്നുമുണ്ട്. മുകേഷ് എത്രയൊക്കെ തലകുത്തി മറിഞ്ഞാലും പ്രേമേട്ടനെ ഒന്ന് തൊടാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അണികൾ പറയുന്നത്. കൊല്ലത്ത് വികസനത്തിന്റെ മുഖം അത് പ്രേമചന്ദ്രന്റെയാണെന്നും കൊല്ലംകാർ പറയുന്നു. മുകേഷ് വെട്ടിവിയർക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതിൻ്റെ കൂടെ ചിന്താ ജെറോം ചെന്ന് കയറി ഉള്ള വോട്ടും കൂടി നശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും CPM ഇക്കുറിയും പ്രേമചന്ദ്രനോട് തകർന്നടിയും. പിണറായി ഇറക്കുന്ന ഒരു പ്ലാനും കൊല്ലത്ത് ഏൽക്കില്ലെന്ന് ജനങ്ങൾ തന്നെയാണ് പറയുന്നത്. കശുവണ്ടി തൊഴിലാളികൾ കൂട്ടത്തോടെ പ്രേമചന്ദ്രന്റെ പക്ഷക്കാരാണ്. തൊഴിലാളി പാർട്ടിയെന്ന് തള്ളുന്നതല്ലാതെ CPMനെ കൊണ്ട് അവർക്ക് ഒരു പ്രയോജനവുമില്ല. കൊല്ലത്ത് ചാവേറ് മുകേഷ് തന്നെയാണെന്ന് വ്യക്തമായി. മുകേഷ് വോട്ട് അഭ്യർത്ഥിച്ച് കളത്തിലിറങ്ങിയിട്ടുണ്ട്. പലയിടത്തു നിന്നും നല്ല പണികളും കിട്ടുന്നുണ്ട്. ഇതിനിടെ തനിക്ക് നേരെ വരുന്ന വ്യാജ വാർത്തകൾക്കും മുകേഷ് മറുപടി കൊടുത്തിട്ടുണ്ട്. ഏതു നിമിഷവും ഇത് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. മീൻവെള്ളം ഒഴിച്ചു, പേപ്പർ വലിച്ചു കീറി, എംബ്ലം വെച്ചും നിരവധി വ്യാജ വാർത്തകളാണ് സൃഷ്ടിക്കുന്നത്. അതിനെല്ലാം കൗണ്ടർ ചെയ്യാൻ സാധിക്കുന്നുവെന്നും മുകേഷ് പറഞ്ഞു. ഈ വ്യാജ വാർത്ത ചെയ്ത ആളെ തിരിച്ചറിഞ്ഞ് അവരുടെ വീട്ടിൽ പോയപ്പോൾ അവരുടെ മകൾ പറയുന്നത് മുകേഷ് MLA ചെയ്തതുപോലെയുള്ള വികസനം ആരും ചെയ്തിട്ടില്ല. തൻ്റെ അച്ഛൻ മദ്യപിച്ചതിൻ്റെ പുറത്താണ് ഇത് ചെയ്തത്. അച്ഛൻ പറയുന്നത് തന്നെ കൊണ്ട് പറയിച്ചതാണ്. എതിർ സ്ഥാനാർത്ഥിയെ പറ്റി ചീത്തയും പറഞ്ഞു. അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു. വ്യക്തിഹത്യ, ചീപ്പ് ടെക്നിക്കുകൾ പാടില്ല. LDFന്റെ പ്രസക്തി അനുസരിച്ചാണ് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നത്. സൗഹൃദ മത്സരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വ്യാജ വാർത്തകളെ ജനം പൂർണ്ണമായി തള്ളിക്കളയും. മീൻവെള്ളം അത്ര മോശമല്ല, അത് മത്സ്യത്തൊഴിലാളികളെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഇലക്ഷന് എന്നെ തോൽപ്പിക്കാനായി നേതാക്കൾ വന്ന് കടലിൽ ചാടിയതാണ്. എന്നിട്ടും ജനങ്ങൾ മറുപടി കൊടുത്തുവെന്നും മുകേഷ് പറഞ്ഞു. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സഹായം ചെയ്തു എന്നറിഞ്ഞാൽ അവരുടെ പോസ്റ്റർ വലിച്ചു കീറുക, സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ ഇടുക ഒക്കെ ചെയ്യുന്നവരുണ്ട്. ചൂടിൻ്റെ കാഠിന്യം എത്രയാണെന്ന് പുറത്തു നിൽക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. സ്വന്തം ആരോഗ്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം. മരണമല്ലെങ്കിൽ വിജയം എന്നുള്ളതല്ല, ജീവിച്ചിരിക്കുമ്പോൾ വിജയം കാണുക എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യമെന്നും മുകേഷ് പറഞ്ഞു. ഏതായാലും വമ്പനോട് തന്നെയാണ് മുകേഷ് കൊല്ലത്ത് മുട്ടാൻ പോകുന്നത്. NK പ്രേമചന്ദ്രൻ ആളത്ര ചെറിയ മീനൊന്നുമല്ല.